ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് ഹെയർ ആക്സസറീസിൻ്റെ ഒരു കുഞ്ഞു മോഡൽ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് വാങ്ങിക്കുന്നത്. ആക്ച്വലി ഇത് ഇവിടെ ഉള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. എൻ്റെ പേരും കാര്യങ്ങളൊന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടപ്പോൾ എനിക്ക് ഒരു ഷെല്ലിൻ്റെ രൂപത്തിലൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അതും കൊണ്ട് എങ്ങനെ എന്ത് ചെയ്യാമെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യണമല്ലോ. ഞാൻ സാധാരണ എനിക്ക് ഇങ്ങനത്തെ ഈ ഐഡിയകളൊക്കെ കിട്ടണത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തലേക്ക് വന്ന് പെട്ടെന്ന് ആഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സ്റ്റിച്ച്, അതിൽ ഈ ഒരു മെറ്റീരിയൽ 2 ഹോളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആരി വർക്കിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാമെന്നാണ്. അപ്പം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത്, അതായത് കൈ കൊണ്ട് സൂചി നൂലും കൊണ്ട് തുന്നിയെടുക്കണമെങ്കിൽ തുന്നിയെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേഗം നമുക്കപ്പോൾ ഒട്ടിക്കിട്ടുമല്ലോ. തുന്നിക്കഴിഞ്ഞ് തുന്നാൻ കുറച്ചൊക്കെ പണിയല്ല, അത് കാരണമാണ് ഞാൻ തുന്നാത്തത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഗ്ലൂ അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുക. കുറച്ച് ഗ്ലൂ ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എൻ്റേത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും കേട്ടോ, ഈ ഗ്ലൂ ഗണ്ണ്. അത് കാരണം തന്നെ ഞാൻ എപ്പോഴും കുറച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില സമയങ്ങളൊക്കെ അത് ഓവർഫ്ലോ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആരെങ്കിലൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വീണ്ടും നമ്മൾ ഗമ്മ അപ്ലൈ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് വീണ്ടും നമ്മൾ ഇതേപോലൊരു ലൈനാണ് വെക്കുന്നത്. ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ ഉണ്ട് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ കണ്ടിരിക്കുന്നതും ഈ ആരി വർക്കിൻ്റെ മെറ്റീരിയൽസ് കൊടുക്കണവരുടെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ട് ഇത് വെച്ച് ചെയ്യാൻ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അതുപോലെ അടുത്തുള്ള ഷോപ്പുകളിൽ ചോദിച്ചു നോക്കുക. സ്റ്റിച്ചിങ് ഷോപ്പുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ജസ്റ്റ് എന്തായാലും ഒന്ന് ഞങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കണം, ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു മോഡൽ ഫ്ലോപ്പായി പോയി എന്നാണ് തോന്നിയത്. എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ എന്താ പറയുക, കാണാനും വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ, ബീഡ്സോ പോളോനോ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോഴും എത്രത്തോളം ഭംഗി വരും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു ഡിസൈൻ ഞാൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക്, ഞാനിവിടെ ആദ്യം ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജാസ്മിൻ ബഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ഐറ്റമാണല്ലോ ജാസ്മിൻ ബഡ്സ്. ഹെയർ ആക്സസറീസ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഈ ജാസ്മിൻ ബഡ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ തണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 4-5 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 4 വേണ്ടി വന്നുള്ളൂ. അത് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചരിച്ചായിട്ട് 2 സൈഡും ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് അടിയിൽ ആ ഡിസൈൻ കാണില്ല. സ്കൈ ബ്ലൂ കളർ ആ ഒരു മോഡൽ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ സെൻറ്ററിൽ മാത്രമായിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 8000 ഫെവി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിൽ ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആരും ചീത്ത പറയരുത്. കാരണം നമുക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഒന്നാണ്, പക്ഷെ ചെയ്ത് വന്നപ്പോൾ അത് വേറൊരു മോഡലായി എന്നുള്ളതാണ് സത്യം. പിന്നെ തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ലല്ലോ. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ തെറ്റ് പറ്റിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്കിത് ഈ അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ വേറെ ടിക് ടാക് ക്ലിപ്പിലൊക്കെ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിച്ചിട്ട് സെയിൽ ചെയ്യുക. ടിക് ടാക്കിലില്ല, അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യുക കേട്ടോ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഈ ഒരു ഷെല്ലിൻ്റെ ആ ഒരു സ്കൈ ബ്ലൂവിൻ്റെ മോഡലും കൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മോഡൽ കണ്ടുപിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു തട്ടിക്കൂട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കാണാം കേട്ടോ. പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഞാൻ ആരും നിർബന്ധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയലും കൊണ്ട് ഏതെങ്കിലും മോഡൽസൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.